ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. എന്താണെങ്കിലും പേഷ്യന്റിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലാതെ ഇങ്ങനെ ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ വിശാല് പ്രഭാവതിയോട് പറയുകയാണ്, അമ്മയും അപ്പച്ചിയും നോക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛനെ ഇവിടെ തന്നെ നിർത്തിയത്. മറ്റൊരാളെ കൊണ്ട് സമ്മതിക്കുകയുമില്ല, അമ്മയിട്ട് നോക്കത്തുമില്ല. അമ്മയ്ക്കെന്താ അച്ഛൻ തീർന്നു കിട്ടാനാണോ ആഗ്രഹം എന്നൊക്കെ ദേഷ്യത്തോടെ വിശാല് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. അയ്യോ മോനെ, നീ ഇങ്ങനെയൊന്നും പറയില്ലേ. ഗോപിയേട്ടൻ ഇവിടെ ഉള്ളതാ എനിക്ക് ആകെയുള്ളൊരു സമാധാനം. ഇത് കേൾക്കുന്ന വിശാല് ദേഷ്യത്തോടെ പറയുകയാണ്, എന്റെ ചോദ്യമേ അതല്ല. അച്ഛന്റെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അതെന്താണെന്ന് അമ്മയ്ക്കും അങ്കിളിനും നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് പറ, എന്താ ഉണ്ടായത്? അങ്കിൾ പറഞ്ഞേ. ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, നിനക്ക് എന്താ ഉണ്ടായതെന്നല്ലേ അറിയേണ്ടത്. സ്വന്തം മരുമകള് അമ്മയച്ഛനെ കൊല്ലാൻ നോക്കി. ആ ഷോക്കിലാ അളിയന്റെ തലയിലെ ഞരമ്പ് പൊട്ടിയത്. നീ ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാക്കാൻ നോക്കാൻ പ്രതാപം പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, ഇവളുടെ മനസ്സിലിരിപ്പ് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും സുശീലയും ഇവൾ ആ മുറിയിലേക്ക് കയറരുതെന്ന് പറഞ്ഞത്. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, ഞാനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാറ് പോലുമില്ല. ഗോപിയേട്ടനെ കൊല്ലാനായിട്ട് ഇവളിങ്ങനെ കച്ച കെട്ടി നടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങാനാ? വിശാലെ, നിനക്ക് നിന്റെ അച്ഛനെ ഇനിയും ജീവനോടെ കാണണമെന്നുണ്ടെങ്കിലേ നീ പാർവതിയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് പ്രതാപൻ പറയുകയാണ്. തുടർന്ന് വിശാല ചെന്ന് പാറുവിനോട് ചോദിക്കുകയാണ്, പാർവതി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? തുടർന്ന് പാറു പറയുകയാണ്, ആദ്യമൊക്കെ അച്ഛന്റെ മുഖത്ത് ഞാൻ വിഷമമാ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഹോം നഴ്സ് വന്നേ പിന്നെ അച്ഛന്റെ മുഖത്ത് ഭയം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അയാള് അച്ഛനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെന്നും പാറു പറയുമ്പോൾ വിശാൽ ഒരു ഞെട്ടലോട് ചോദിക്കുകയാണ്, എന്ത്? ഹോം നഴ്സ് വന്നെന്നോ? എപ്പോ? കഴിഞ്ഞ ദിവസം. എന്നിട്ട് നീ എന്താ എന്നോടും ഡോക്ടറോടും ആ വിവരം പറയാതിരുന്നത്? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അത് പറയേണ്ട സമയം ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നി. ആ നേഴ്സ് അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പാറു പറയുമ്പോൾ അത് നിനക്കെങ്ങനെ അറിയാമെന്ന് വിശാല് ചോദിക്കുന്നു. ഹോം നേഴ്സ് വരികയും ചെയ്തു, അച്ഛനെ ഉപദ്രവിക്കാനും ശ്രമിച്ചു. ഞാൻ ചോദിക്കാൻ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ മരുന്നാ കുത്തിവെക്കുന്നതെന്നാ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പാറു പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇവളെങ്ങനെയാ കള്ളത്തരം പറയുന്നത് നോക്കിക്കേ. എന്റെ ചേച്ചി, ഇപ്പോ അതല്ലല്ലോ പ്രധാനം, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രതാപൻ പാറുവിനെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതാപന്റെ കൈ തടഞ്ഞുകൊണ്ട് പ്രതാപന്റെ കൈ പിടിച്ച് തിരിക്കുകയാണ് വിശാൽ. തുടർന്ന് വിശാൽ പറയുകയാണ്, എന്റെ അച്ഛനെ ഒരാൾ ഉപദ്രവിച്ചാലേ ആ അച്ഛന് പകരം വീട്ടേണ്ടതേ മകനാണ്. അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചത് ആരാണെങ്കിൽ ഈ വിശാല് അവർക്ക് ശിക്ഷ കൊടുത്തിരിക്കും. അതാരായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് പ്രഭാവതി നോക്കി ദേഷ്യത്തോടെ പറയുകയാണ് വിശാൽ. വിശാലിനെ പേടിയോടെ നോക്കുന്ന പ്രഭാവതിയാണ് കാണിക്കുന്നത്. ചേച്ചി, അവൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും കണ്ടുപിടിക്കാനാകുമോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ലെന്നും, ഒന്നെങ്കിൽ ഗോപിയേട്ടൻ വാതുറക്കണം, അതെന്താണെങ്കിലും നടക്കില്ല. അല്ലെങ്കിൽ ആ പാർവതി പറയണം, അവളോട്ട് പറയാനും പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് പാറു ജാസ്മിന്റെ ആ മേക്കപ്പ് പ്രൊഡക്റ്റുമായിട്ട് അരവിന്ദന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. പാറുവിന്റെ കയ്യിൽ ആ മേക്കപ്പ് പ്രൊഡക്റ്റ് കാണുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ജാസ്മിൻ പെട്ടെന്ന് തന്നെ ജിതിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അവള് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് ജിതിൻ ചോദിക്കുമ്പോൾ ഇറങ്ങിയെന്ന് ജാസ്മിൻ പറയുന്നു. എങ്കിലേ അവള് വീട്ടിൽ തിരിച്ചെത്തില്ലെന്ന് പറഞ്ഞ് ജിതിൻ കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാർവതിയെ പിന്തുടർന്നു പോകുന്ന ജിതിനെയാണ്. അങ്ങനെ പാറു പോകുന്ന വഴിക്ക് വിപിനെ കാണുകയാണ്. പാർവതി എവിടെ പോകുന്നെന്ന് വിപിൻ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വിപിനോട് തുറന്നു പറയുകയാണ് പാറു. എന്താണെങ്കിലും പാർവതി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് വിപിൻ പറയുമ്പോൾ വിപിനിത് ഒറ്റയ്ക്ക് കൊണ്ടു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതെന്നും ഞാൻ അച്ഛൻ്റെ ഒപ്പം നിൽക്കാമെന്നും പാറു പറയുന്നു. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, പാർവതി ഈ കാര്യം അരവിന്ദൻ സാറിനെ വിളിച്ചറിയിക്ക്, ഞാൻ എന്നിട്ട് കൊണ്ടു കൊടുത്തോളാം. അങ്ങനെ പാറു വിപിന്റെ ഫോണിൽ നിന്നും അരവിന്ദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ മേക്കപ്പ് പ്രൊഡക്റ്റ് കിട്ടിയാൽ വിശാലിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജാസ്മിനും അവളുടെ ചേട്ടനുമാണെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുമെന്ന് അരവിന്ദൻ പറയുന്നു. തുടർന്ന് താൻ ഇത് വിപിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ടെന്ന് പാറു പറയുമ്പോൾ വരേണ്ട സ്ഥലം വിപിനോട് പറയുകയാണ് അരവിന്ദൻ. തുടർന്ന് ജിതിൻ വണ്ടി തിരിച്ച് തന്റെ ആൾക്കാരെ വിളിച്ച് വിപിന്റെ വണ്ടിയുടെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ആ വണ്ടി ബ്ലോക്ക് ചെയ്യണം, എന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ മേക്കപ്പ് പ്രൊഡക്റ്റ് വാങ്ങിയെടുക്കുകയും ചെയ്യണം. അതിനുശേഷം ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിയാൽ മതിയെന്ന് പറഞ്ഞ് ജിതിൻ കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. വിശാല് സുശീലയോടും അച്ഛമ്മയോടും പറയുകയാണ്, അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതോ പേടിപ്പിക്കുന്നതോ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ സംഭവം? അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് വിശാല് സുശീലയോട് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്ന് സുശീല പറയുന്നു. തുടർന്ന് സുശീലയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് വിശാൽ. തുടർന്ന് വിശാല് അച്ചമ്മയോട് ചോദിക്കുകയാണ്, അച്ചമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അറിയാം, എന്നാൽ അച്ചമ്മ അതിന്റെ മുന്നിലെല്ലാം കണ്ണടക്കുകയാണെന്ന് ചെറിയമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ചമ്മ ഇപ്പൊ എന്നോടൊരു കാര്യം പറയണം, അച്ഛന് ഈ സ്ട്രോക്ക് വരാൻ കാരണം എന്താ?
ഇത് കേൾക്കുന്ന വിജയമ്മ വിഷമത്തോടെ തല കുനിച്ച് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.